ഗർഭഘട്ടം ക്ലേശകരമായ ഒരു അവസ്ഥയാണ്. ഗർഭം ചുമന്ന് സന്തോഷകരമായി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതുവരെ മാതാവ് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ അധ്യായത്തിൽ 14-ാമത്തെ സൂക്തമായിട്ട് നമുക്ക് കാണാം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി വഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. മനുഷ്യനോട് തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി നാം വസിയത്ത് ചെയ്യുന്നു. കാരണം അവന്റെ ഉമ്മ വളരെ ക്ലേശം സഹിച്ചുകൊണ്ടാണ് അവനെ ഗർഭം ചുമന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസഘട്ടങ്ങളിൽ പതിവാക്കാനുള്ള ഒരു ദിക്ർ, പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ദുആഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഗർഭിണികൾ അവരുടെ ഗർഭഘട്ടത്തിലും ഡെലിവറിയോടടുത്ത സമയത്തുമൊക്കെ ഇത് വർദ്ധിപ്പിക്കേണ്ടതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ ദനാ വിലാദുഹ, അവരുടെ ഡെലിവറി പ്രസവ സമയം അടുത്ത സമയത്ത്, അമറ ഉമ്മ സലമത്ത വ സൈനബ ബിന്ത ജഹ്ഷിൻ, അവിടുത്തെ പ്രിയ ഭാര്യമാരാകുന്ന ഉമ്മു സലമ ബിവിയെയും സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുമ ഇവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു, അന്തഅതിയ ഫതഖറഅഹ, ഫാത്തിമയുടെ അടുത്ത് അവർ ചെല്ലുകയും ഫാത്തിമയെ ഓതി മന്ത്രിക്കുകയും ചെയ്യണം. ആയത്തുൽ കുർസി. അതുപോലെ സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ആ ആയത്ത് മോദി മന്ത്രിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പത്നിമാരോട് കൽപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. ഏതാണ് ആ ആയത്ത്? ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാം ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ഈ സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്തും മന്ത്രിക്കുക. അതോടെ